ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയുടെ പേരാണ് സോളോ ഫാമിംഗ് ഇൻ ദ ടവർ ചാപ്റ്റർ 1. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് കൊറിയ എന്ന രാജ്യത്തെയാണ്. ആ രാജ്യത്ത് പെട്ടെന്നൊരു ദിവസം ബ്ലാക്ക് ടവർ അപ്പിയർ ആകുന്നു. ഈ ടവറിനുള്ളിൽ 99 ഫ്ലോറുകളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഈ ടവറിനെ ടൂറിസ്റ്റ് സ്ഥലങ്ങളെ പോലെ സന്ദർശിക്കാൻ തുടങ്ങി. ബ്ലാക്ക് ടവർ പല രാജ്യങ്ങളിലായി 100 സ്ഥലത്ത് ഒരേ സമയമാണ് ഉണ്ടായത്. ഈ ടവറിനെ കുറിച്ച് സയന്റിസ്റ്റുമാർ പഠിക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാനൊന്നും സാധിച്ചില്ല. ഈ ബ്ലാക്ക് ടവർ എങ്ങനെ ഉണ്ടായെന്നോ എവിടുന്ന് വന്നെന്നും അവർക്ക് അറിഞ്ഞില്ല. ഈ ടവറിനുള്ളിലേക്ക് ആർക്കും പോകാൻ കഴിയുമായിരുന്നില്ല. ഈ ടവർ നശിപ്പിക്കാൻ വേണ്ടി ബോംബുകളും ന്യൂക്ലിയർ മിസൈലുകൾ പോലും പരീക്ഷിച്ചു നോക്കി. എന്നാൽ ഈ ടവറിന് ഒന്നും പറ്റിയിരുന്നില്ല. ഇതാണ് ഈ ടവറിനെ കുറിച്ചുള്ള വിവരം എന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ ടവറിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. ആദ്യം 3 ആളുകളാണ് ടവറിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവർ ഉള്ളിൽ നിന്ന് വരുന്ന കണ്ടപ്പോൾ ജനങ്ങളും സോഷ്യൽ മീഡിയ അവരെ ചുറ്റി വളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ടവറിനുള്ളിലേക്ക് ആർക്കും പോകാൻ കഴിയുമായിരുന്നില്ല. അതുമാതിരി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും ആർക്കും കഴിയുമായിരുന്നില്ല. എങ്ങനെയാണ് ഉള്ളിലേക്ക് പോയതെന്ന് അറിയാൻ വേണ്ടി ഉള്ളിൽ നിന്ന് വന്ന ഒരാളോട് ചോദിച്ചു എങ്ങനെയാണ് ഉള്ളിലേക്ക് പോയതെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു ദിവസം അവരെ ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് ഹോൾ കൊണ്ടുപോയി ടവറിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഈ വിവരം ഇൻസ്റ്റഗ്രാം വഴിയും സോഷ്യൽ മീഡിയ വഴിയും എല്ലാ ജനങ്ങളിലേക്കും എത്തി. ഇതിനെക്കുറിച്ച് അറിയാൻ ജനങ്ങൾ കൂടുതൽ ശ്രമിച്ചു. ടവറിനെ കുറിച്ച് അപ്പോഴാണ് മനസ്സിലാക്കിയത് 100 ടവറിന്റെ ഉള്ളിലേക്ക് ഏത് വഴിയിലൂടെ കയറിയാലും അവരെത്തുന്ന സ്ഥലം ഒന്നായിരിക്കും. ഫസ്റ്റ് ഫ്ലോറിൽ ജോബ് റോൾ സെലക്ട് ചെയ്യാനുള്ളതാണ്. വാരിയർ ആണോ മേജ് ആണോ അതോ ഹീലർ ആണോ ഉള്ളത് സെലക്ട് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ മോൺസ്റ്ററുമായി ഫൈറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോറിൽ ട്രെയിനിങ് ഗ്രൗണ്ടും ജോബ് റോൾ സെലക്ഷനുമാണ് ഉള്ളത്. സെക്കൻഡ് ഫ്ലോർ മുതലാണ് മോൺസ്റ്ററുമായി ഫൈറ്റ് ചെയ്യേണ്ടത്. ഈ വിവരമൊക്കെ അവിടുത്തെ ഒരു ലീഡർ പ്രസിനോട് വിവരിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട പ്രസ് റിപ്പോർട്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ സംസാരിച്ചിരുന്ന ആ ലീഡർ ഒരു ഗോൾഡൻ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രസ് റിപ്പോർട്ടർമാർ ചോദിക്കുന്നു ഇതെന്താണെന്ന്. അപ്പോൾ അവിടെ സംസാരിച്ചിരുന്ന ആ ലീഡർ പറയുന്നു ഇത് ഏറ്റവും റയർ ആയിക്കാണ്ടുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ ഇതിന് വില വലുതാണ്. ഈ കാർഡ് എങ്ങനെ റയർ എന്ന് വെച്ചാൽ ഈ ഗോൾഡൻ കാർഡ് മതി നിങ്ങളും അവേക്കനിങ് ആവാം. അവേക്കനിങ് ആയവർക്ക് മാത്രമേ ടവറിനുള്ളിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവർക്ക് ടവറിനുള്ളിലേക്ക് കടക്കാൻ കഴിയുകയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡി റിപ്പോർട്ടർ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ടവറിനുള്ളിൽ മോൺസ്റ്റേഴ്സ് ഉണ്ട്, അത് ഉള്ളിലേക്ക് പോകുന്നവരെ കൊല്ലാനും മാത്രം ശക്തിയുള്ളതാണെന്ന്. അവരുടെ ജീവന് ഭീഷണി ആയതുകൊണ്ട് അവർ ആരെങ്കിലും ഉള്ളിലേക്ക് പോകുമോ എന്ന് ആ ലേഡി റിപ്പോർട്ടർ ചോദിച്ചു. ആർക്കു വേണമെങ്കിലും ഈ ടിക്കറ്റ് വാങ്ങി ടവറിനുള്ളിലേക്ക് പോകാം, കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലധികം നിധികളുണ്ട് ടവറിനുള്ളിൽ. ആ ലീഡറിന്റെ അസിസ്റ്റന്റ് ഒരു പെട്ടി തുറന്നു. ആ പെട്ടിയിനുള്ളിൽ നിന്ന് സ്വർണവും രത്നവും പുറത്തേക്ക് ചാടി. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആശ്ചര്യപ്പെട്ടു. അവർ ചിന്തിച്ചു ഈ സ്വർണം മൊത്തം എവിടുന്ന് വന്നു. അപ്പോൾ ആ ലീഡർ പറഞ്ഞു നിങ്ങൾ ടവറിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും പലതരത്തിലുള്ള റിവാർഡുകൾ കിട്ടുമെന്ന്. നിങ്ങൾക്ക് ഇതുമാതിരി റിവാർഡുകൾ കിട്ടണമെങ്കിൽ ഒരു ഫ്ലോർ ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് ഡിഫീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഇങ്ങനെയാണ് റിവാർഡുകൾ കിട്ടുക എന്നത് അവർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ടവറുള്ള കൺട്രികൾ ടവർ ക്ലെയിം ചെയ്യുന്നതിന് സമ്മതം നൽകി. ടവറിൽ നിന്ന് ഏത് റിവാർഡുകൾ കിട്ടിയാൽ അത് നിങ്ങളുടെ ആണെന്നും ടാക്സ് മാത്രം നൽകിയാൽ മതി എന്ന് അവരോട് പറഞ്ഞു. ഇതറിഞ്ഞ എല്ലാവരും ടവറിനുള്ളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഒരു ഗോൾഡൻ ടിക്കറ്റിന്റെ വില 150 മില്യൺ ആണ്. ആ വില പെട്ടെന്ന് തന്നെ 200 മില്യണിലേക്ക് വർദ്ധിച്ചു. ടിക്കറ്റിന്റെ വില കൂടാൻ എന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ ടിക്കറ്റിന്റെ ആവശ്യം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ആളുകൾ ടവറിനുള്ളിലേക്ക് പോയി പണം ഉണ്ടാക്കാനായി ആഗ്രഹിച്ചു. അതിനാലാണ് ടിക്കറ്റിന്റെ വില കൂടാൻ കാരണം. ആളുകൾ പെട്ടെന്ന് പണക്കാരാവാനാണ് ഈ ടിക്കറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഈ വാർത്തകളൊക്കെ കടയിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കടയിൽ കസ്റ്റമറായി കണ്ടുള്ള ഒരാൾ വിളിക്കുന്നത്. ആ കടക്കാരി ഹീറോയോട് ചോദിച്ചു 200 മില്യൺ ഉണ്ടെങ്കിൽ സ്വന്തം ജീവിതം നോക്കി പോയിക്കൂടെ, അത് വിട്ട് ടവറിൽ പോയി കണ്ട് മോൺസ്റ്ററിനുമായി ഫൈറ്റ് ചെയ്ത് ജീവൻ വിടണോ എന്ന് ഹീറോയോട് ചോദിച്ചു. ഹീറോ നിങ്ങൾ പറയുന്നത് പോലെയാണ് എന്നുള്ള തരത്തിൽ ഒരു സ്മൈൽ ചെയ്തു. അയാളാണ് ഈ കഥയിലെ ഹീറോ. ഹീറോയുടെ പേരാണ് പാർക്ക് സെഞ്ചുൻ, ഏജ് 26. ഹീറോയുടെ ആഗ്രഹം ടവറിൽ പോകാനാണ്. ആ കടയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഹീറോ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. വീണ്ടും ഗോൾഡൻ ടിക്കറ്റിന്റെ വില 12 മില്യൺ വർദ്ധിച്ചു. ഹീറോ ആലോചിക്കുകയാണ് വീണ്ടും ഗോൾഡൻ ടിക്കറ്റിന്റെ വില വീണ്ടും കൂടുകയാണ്. ഹീറോ നടക്കുന്ന സൈഡിലായി കണ്ട് കാണാം ആകാശത്തെ തട്ടുന്ന വലുപ്പമുള്ള ബ്ലാക്ക് ടവർ. ഞാൻ ഗോൾഡൻ ടിക്കറ്റ് വാങ്ങുന്നു, ടവറിലേക്ക് പോകുന്നു എന്ന് ഹീറോ മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോൾ ഹീറോ പറയുകയാണ് ഞാൻ ബ്ലാക്ക് ടവറിലെ ഉള്ളിലേക്ക് പോയി വലിയ പണക്കാരനാകുമെന്ന്. ഇതിനു ശേഷം ഹീറോ പറയുകയാണ് ഞാൻ കുറഞ്ഞ വിലയിൽ കടയിൽ നിന്ന് വെജിറ്റബിൾ വാങ്ങി, ഇത് ഞാൻ പ്ലാന്റ് ചെയ്ത് വലിയ ആളാകും. ഞാനൊരു ഫേമസ് ഐഡലിനെ കണ്ടു, അവർ പലതരത്തിലുള്ള ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ഹീറോ അവരുടെ വലിയ ഫാൻ ബോയ് ആണ്. ഞാൻ ടവറിന്റെ ഉള്ളിലേക്ക് പോയി എൻ്റെ കൈകൾ വെച്ച് ഞാൻ ആദ്യം ടവർ ക്ലെയിം ചെയ്യും.
ടവർ ക്ലൈം ചെയ്തതിനു ശേഷം ഞാൻ ആ ഐഡലിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പ്രപ്പോസ് ചെയ്യും. ഞാൻ നിന്റെ ഫാൻ മാത്രമായിക്കാണ്ടല്ല നിന്റെ ലൈഫ് പാർട്ണർ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹീറോ പ്രപ്പോസ് ചെയ്ത് ഐഡൽ സമ്മതം നൽകുന്നതായി ഹീറോ മനസ്സിൽ ചിന്തിക്കുന്നു. ഞാൻ എങ്ങനെയെങ്കിലും വലിയ ആളാകുമെന്ന് ഹീറോ. ആ സമയത്താണ് ഹീറോയിന്റെ പിന്നിലായി വലിയൊരു ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ടവറിൽ നിന്ന് വന്നവർ പറഞ്ഞ ആ ഹോൾ ഇതല്ലേ. ഈ ഹോളിന്റെ ഉള്ളിലേക്ക് പോയാൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത് ഞാൻ നടക്കുമെന്ന് ആഗ്രഹിച്ചില്ല. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത് എന്ന് ഹീറോ ചിന്തിക്കും. ഞാനാണ് പാർക്ക് സെഞ്ചുൻ. ആദ്യം ഞാൻ ഈ ടവർ ക്ലൈം ചെയ്യും. അതിന് ചെന്ന് ഹീറോ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ബ്ലാക്ക് ഹോൾ കുറച്ചായി ചെറുതാകുന്നതായി ഹീറോ ശ്രദ്ധിച്ചത്. ഇതെന്താ ചെറുതാകുന്നത്? ഞാൻ ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പോകണമെന്ന് കരുതി കയ്യിലുള്ള ബാഗും വെജിറ്റബിളുള്ള കവറും എടുത്ത് ഹീറോ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് ചാടിക്കയറെങ്കിലും ലാൻഡിംഗ് മുഖം കുത്തി വീണു. ഹീറോ സന്തോഷം കൊണ്ട് എവിടെ എന്റെ ഫാൻസിക്കാർ, എവിടെ എന്നെ വരവേൽക്കാനുള്ള ആളുകൾ എന്ന് ഹീറോ സന്തോഷം കൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഹീറോ ചുറ്ററൊന്ന് ശ്രദ്ധിക്കുന്നത്. മുമ്പിലാണെങ്കിൽ ഒരു പാറ, മേലെ ആണെങ്കിൽ ഒരു ഹോളുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്ന് സൂര്യപ്രകാശം അടിയിലേക്ക് വരുന്നുണ്ട്. ഇത് ഏത് സ്ഥലമാണ്? അവര് പറഞ്ഞത് ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമെന്നല്ലേ. ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ബ്യൂട്ടിഫുൾ സ്ഥലമാണെന്നല്ല അവർ പറഞ്ഞത്. എന്നാൽ ഞാൻ വന്നത് ഒരു വലിയ ഗുഹക്കുള്ളിലാണ്. ഇതിന്റെ ഉള്ളിൽ ഞാൻ കുടുങ്ങി എന്ന് പറഞ്ഞ് ഹീറോ ഒച്ചത്തിൽ അലറി. ഇതിനു ശേഷം കാണിക്കുന്നത് ഒരു ക്രിസ്റ്റൽ ബോൾ കാണാം. അതിന്റെ അടുത്തായി കണ്ട ഒരു വലിയൊരു ബ്ലാക്ക് ഡ്രാഗനും കാണാം. ആ ഡ്രാഗൺ പറഞ്ഞു, നീയാണല്ലോ ഈ ടവറിൽ ചേഞ്ചസ് വരുത്തിയത്. ഞാൻ നിന്നെ കണ്ടുപിടിച്ച് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടോ എന്ന് ആ ഡ്രാഗൺ പറഞ്ഞു. ഹീറോ ഒരു വലിയ ഗുഹക്കുള്ളിൽ അകപ്പെട്ടു എന്ന്. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു.